ഗോപിക, ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഇന്ന് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ ജയന്തിയാണ്. അതായത് ഭാരതം എന്ന് പറയുന്ന ദേശം വർഷങ്ങളായി നീണ്ടുനിന്ന അധിനിവേശങ്ങൾ, ആ അധിനിവേശത്തിൽ നിന്നും എങ്ങനെ നമ്മുടെ രാജ്യം മോചിതമാകണം എന്ന ചിന്തയുണ്ടായ ഒരു നേതാവാണ്. കാരണം പലപ്പോഴും സ്വാതന്ത്ര്യ സമരം കത്തിക്കയറുമ്പോഴും എങ്ങനെയാണ് ഒരു ജനതയെ തുടർച്ചയായി ദേശീയതയുടെ പാതയിൽ നിലനിർത്തണം, അങ്ങനെ നിലനിർത്തിയില്ലെങ്കിൽ ഒരിക്കൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം വീണ്ടും നഷ്ടപ്പെടും. അതായത് ഈ അധിനിവേശം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടന രൂപപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയ പുരുഷനുമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിൻ്റെ ജയന്തിയാണ് എന്നത് തന്നെയാണ് ഏപ്രിൽ 1 ഏറ്റവും വലിയ സവിശേഷത. കാലങ്ങൾക്ക് മുൻപേ ഇന്നത്തെ ഭാരതം സ്വപ്നം കണ്ട യുഗപുരുഷനായിരുന്നു ഡോക്ടർ ജി. അദ്ദേഹത്തിന്റെ 137ാം ജന്മദിനമാണ് ഇന്ന്. കാലങ്ങൾക്കിപ്പുറവും ഡോക്ടർ ജിയുടെ ചിന്താധാര ഇഴമുറിയാതെ രാഷ്ട്രത്തിൽ അലയടിക്കുകയാണ്. മാതൃപദയുഗവന്ദനം മാതൃവന്ദനതോ നിദാന്തം ആപ്യതാം പരമം പദം. ആത്മവിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു ജനതയ്ക്ക് സ്വാഭിമാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ആശയങ്ങൾ പകർന്നു നൽകിയ വ്യക്തിത്വമാണ് ഡോക്ടർ ജി. 1889 വർഷപ്രതിപദ ദിനത്തിലാണ് മഹാപുരുഷന്റെ ജനനം. 13-ാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടമായി. നാഗ്പൂരിലെ നീൽ സിറ്റി ഹൈസ്കൂളിൽ പഠിച്ച അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് പുറപ്പെടുവിപ്പിച്ച സർക്കുലർ ലംഘിച്ച് വന്ദേമാതരം പാടിയതിന് അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. 1916 ജൂണിൽ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് LMS പരീക്ഷ പാസ്സായ ശേഷം അദ്ദേഹം 1917 ഫിസിഷ്യനായി നാഗ്പൂരിലേക്ക് മടങ്ങി. എന്നാൽ നാഗ്പൂരിലെത്തിയത് മുതൽ ഡോക്ടർ ജി നാഗ്പൂരിലെ വിപ്ലവ യുവാക്കളെ സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഭോജി കാർവെയുടെ സഹായത്തോടെ അദ്ദേഹം പഞ്ചാബിലെയും കൽക്കട്ടയിലെയും വിപ്ലവ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തി. വിപ്ലവകാരികൾക്കിടയിലെ അച്ചടക്കമില്ലായ്മയാണ് വിപ്ലവകാരികളുടെ പരാജയത്തിന്റെ മൂലകാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നാലെ ഡോക്ടർ ജി ഹിന്ദുസ്ഥാനി സേവാദൾ വോളണ്ടിയർമാരിൽ ഒരാളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. 1922 ജൂലൈ 12 അദ്ദേഹം മോചിതനായി. ചരിത്രത്തെ ആഴത്തിൽ സ്വായത്തമാക്കിയ അദ്ദേഹം കോൺഗ്രസിന്റെ ചിന്തകൾ ദേശീയതയെ ഉണർത്തുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു. സാംസ്കാരിക പൈതൃകമാണ് ദേശീയതയുടെ അടിസ്ഥാനമെന്നുറപ്പിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റൊരു സംഘടന ആരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1925 വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ അദ്ദേഹം സ്വയംസേവക് സംഘം സ്ഥാപിക്കുന്നത്. എല്ലാ ദിവസവും 1 മണിക്കൂറോളം മൈതാനത്ത് ഒത്തുകൂടുന്ന ഒരു കൂട്ടം ആൺകുട്ടികളെ അദ്ദേഹം തെരഞ്ഞെടുത്തു. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ദേശസ്നേഹികളുടെ കഥകൾ പറഞ്ഞും അദ്ദേഹം അവരിൽ രാജ്യസ്നേഹവും ഐക്യവും അച്ചടക്കവും നിസ്വാർത്ഥതയും വളർത്താൻ തുടങ്ങി. ശാഖയിൽ പങ്കെടുത്ത രാജ്യത്തിനു വേണ്ടി ഒരു ദിവസം 1 മണിക്കൂർ മാറ്റിവെക്കാൻ അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തു. പലപ്പോഴും വിട്ടുമാറാത്ത നടുവേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു. ഗുരുജി ഗോൾവാക്കറെയും സംഘത്തിലെ മറ്റു ചില പ്രധാന പ്രവർത്തകനെയും അരികിൽ വിളിച്ച് തനിക്ക് ശേഷം ഗുരുജി ഗോൾവാക്കർ സംഘത്തിന്റെ സർസംഘചാലകന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം അവസാന ആഗ്രഹം പ്രകടിപ്പിച്ചു. 1940 അദ്ദേഹം സംഘത്തിന്റെ വാർഷിക വർഗിൽ പങ്കെടുത്ത അവസാന സന്ദേശം നൽകി. 1940 ജൂൺ 21 നാഗ്പൂരിൽ വെച്ച് അദ്ദേഹം വിഷ്ണുപാദം പൂകി. ഇന്ന് അവിടം ഹെഡ്ഗേവാർ സ്മൃതി മന്ദിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ആദർശനിഷ്ഠയോടെ മുന്നേറുന്നവരുടെ ഹൃദയങ്ങളിൽ അനന്തമായ ആവേശത്തിന്റെ പ്രേരണാസ്രോതസ്സായി ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ഇന്നും ജീവിക്കുന്നു. അമരരാണു നിങ്ങളെന്റെ അരുമ സോദരങ്ങളെ, അണയുകില്ല നിങ്ങൾ തന്ന അലിവിനാർദ്രദീപ്തികൾ. പ്രളയമാണു മുന്നിലുള്ളതെന്നു തന്നെ വരികിലും, പ്രളയമാണു മുന്നിലുള്ളതെന്നു തന്നെ വരികിലും, പ്രണയമാണു സംഘമന്ത്രമെന്നതോർത്ത സേവകർ, പ്രണയമാണു സംഘമന്ത്രമെന്നതോർത്ത സേവകർ. ന്യൂസ് ഡെസ്ക് ജനം. അങ്ങനെ ഡോക്ടർ ജി രൂപം കൊടുത്ത പ്രസ്ഥാനം അതിൻ്റെ ശതാബ്ദിയിൽ ഒരു സംഘടന 100 വർഷം വരെ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം സംഘം തുടങ്ങിയ സമയത്ത് തന്നെ തുടങ്ങിയ പല സംഘടനകൾ പല കഷ്ണങ്ങളായി വിഭജിച്ച്
വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലാണ് RSS അതിൻ്റെ 100ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പം ആ 100ാം വർഷം ആചരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഡോക്ടർ ജിയുടെ ജയന്തി അതെ കടന്നു വരികയാണ്.